നമസ്കാരം. സാക്ഷരതാ മിഷൻ്റെ 10ാം തരം തുല്യതാ പഠിതാക്കൾക്ക് വേണ്ടി ഹിന്ദിയുടെ ഒരു പ്രധാനപ്പെട്ട പാഠത്തിൻ്റെ ആശയവിനിമയമാണ് ഇപ്പോൾ ട്യൂട്ടോറിയലായി തയ്യാറാക്കിയിരിക്കുന്നത്. 4ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ കവിതയായ താനാ ബാന എന്നുള്ള ഒരു കവിത. ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ പരീക്ഷയിൽ ഈ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ് നിശ്ചയിച്ചിട്ടില്ല ഇതുവരെ. എങ്കിലും ഈ പാഠഭാഗം ഫോക്കസ് ഏരിയയിൽ പെടേണ്ടതാണ്. ഞാൻ ഇതിനു മുമ്പ് എല്ലാ ക്ലാസ്സിലും നേരിട്ട് ഗൂഗിൾ മീറ്റ് വഴി നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുള്ള പാഠഭാഗം തന്നെയാണിത്. പക്ഷേ യൂട്യൂബിൽ മറ്റുള്ള ക്ലാസ് കാണുമ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തും നിന്നുള്ള പഠിതാക്കൾ സാർ താനാ ബാന എന്നുള്ള പാഠത്തിൻ്റെ ഒരു ക്ലാസ് യൂട്യൂബിൽ ഇട്ട് തന്നാൽ കൊള്ളാം എന്ന് നിരവധി പ്രാവശ്യം ആവശ്യപ്പെടുകയുണ്ടായി. അതിന് പ്രകാരമാണ് ഈ ക്ലാസ് നിങ്ങൾക്കായി റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ ഒത്തിരി കമൻസ് അല്ലെങ്കിൽ 1000-ൽ പരം വ്യൂസ് കണ്ട ക്ലാസ്സുകൾ പൗത്തോങ്കി പീഠിയമാണ്. പിന്നെ ബൂഠാ കുത്തായിക്ക് ഭയങ്കര കവറേജ് ആയിരുന്നു ക്ലാസ്. പിന്നെ റഹീം കബീർ തുളസിയുടെ ദോഹയുടെ ആശയവിനിമയം. പിന്നെ കാശ്മീരി സേബ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് 4 ഫോക്കസ് ഏരിയയിൽ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ പോലും അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അക്ഷര കേരളയിൽ എന്ന് ക്വസ്റ്റ്യൻസ് വരുമോ ആ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ആൻസർ ഞാൻ നിങ്ങൾക്ക് എഴുതിയിട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. വളരെ ഉപകാരമായിരിക്കും. A+ എല്ലാവർക്കും മേടിക്കാൻ പറ്റും. കോവിഡ് പശ്ചാത്തലത്തിൽ ആരും പരീക്ഷ എഴുതാതെ പിന്മാറേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് നടക്കാതെ പോയ സ്വപ്നമാണ് നിങ്ങൾക്ക് പൂവണിയാൻ പോകുന്നത്. അതിൻ്റെ ഹിന്ദി എന്ന വിഷയം നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. A+ മാർക്ക് നിരവധി ആൾക്കാർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ്, ഈ വീഡിയോ ആണ് ആദ്യം ആരെങ്കിലും കാണുന്നെങ്കിൽ ഇതും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം 10ലെയും 11ലെയും 12ലെയും സാക്ഷരതാ മിഷൻ്റെ ഹിന്ദി പാഠഭാഗങ്ങളുടെ ക്ലാസ്സുകൾ ഞാൻ റെക്കോർഡ് ചെയ്തതിനകത്ത് ഇടാറുണ്ട്. ലാഭേച്ഛ കൂടാതെയാണ് ഇടുന്നതെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. സർവീസ് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഹിന്ദി ഭാഷയുടെ ഉന്നമനത്തിനും അല്ലെങ്കിൽ സർക്കാരിൻ്റെ സേവനങ്ങൾക്ക് ഒരു പരിധിവരെ ഒരു സഹായം ചെയ്യുന്ന രീതിയിൽ മാത്രമാണ് രാഷ്ട്രഭാഷയെ പരിപോഷിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ കർത്തവ്യം. അപ്പോൾ പൗതോങ്കി പീഡിയ, ബൂഠാ കുത്ത, റഹീം കബീർ തുളസിയുടെ ദോഹകൾ, പിന്നെ അബ് ചിടിയ കഹാം രഹേഗി, ഈ 4 ഞാൻ റെക്കോർഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. പൗതോങ്കി പീഡിയ കവിത, ബൂഠാ കുത്ത എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പ്, റഹീം കബീർ തുളസി എന്ന് പറയുന്ന 3 മഹാപ്രതിഭകളുടെ പ്രാചീന കാലത്തിലെ ഹിന്ദിയിലെ ദോഹാശകലങ്ങളുടെ ആശയം, 4 കാശ്മീരി സേബ്, പ്രേംചന്ദിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കഥ. അത് ഇപ്രാവശ്യത്തെ +1 പഠിതാക്കൾക്കും പഠിക്കാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് +1 കാശ്മീരി സേബ് കണ്ടാലും മതിയാവും. രണ്ടും ഒരേ പാഠം തന്നെയാണ് വെച്ചത്. അത് എന്തുകൊണ്ടോ സർക്കാരിന് അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിലെ ആൾക്കാർക്ക് പറ്റിയ ഒരു അബദ്ധമാണെന്ന് തോന്നുന്നു. 10ലെ കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കില്ല 11ലെ കമ്മിറ്റിയിലെ അംഗങ്ങൾ. അപ്പോൾ 2 പ്രാവശ്യവും പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം 10ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ 11ാം ക്ലാസ്സിൽ പോകുമ്പോഴും ഈ പാഠം പഠിച്ചു കഴിയും. അത് വളരെ നല്ലതാണ്, ഉപകാരവുമാണ്. ഇങ്ങനെ അതുവരെ പറ്റിയിട്ടുമില്ല. സാരമില്ല. അപ്പോൾ കാശ്മീരി സേബ്, കാശ്മീരി ആപ്പിൾ എന്ന കഥയുടെ മൂലാവിഷ്കാരം ഞാൻ ഇതിനകത്ത് നന്നായിട്ട് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇനി ആവശ്യപ്പെടുന്നത് ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യുക സാറേ? ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവും. ഇതിനനുസരിച്ചുള്ള വാർത്താലാപവും ഡയറിയും പത്രലേഖൻ റിപ്പോർട്ട് ഇതെല്ലാമാണ് ക്വസ്റ്റ്യൻ ആൻസർ. അത് ഞാനിവിടെ പഠിപ്പിക്കുന്ന യൂണിറ്റിലെ പഠിതാക്കൾക്കാണ് ഭാഗ്യവാന്മാരെന്ന് പറയാൻ പറ്റുക. അവർക്ക് ലഭ്യമാക്കും. ബാക്കി നോക്കാം, നമുക്ക് സമയമുണ്ടല്ലോ. പരീക്ഷ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഞാനിപ്പം പരീക്ഷയുടെ സമയം ആയതുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ വളരെ സ്പീഡിൽ ഓരോന്നും റെക്കോർഡ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാശ്മീരി സേബ് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. പിന്നെ അബ് ചിടിയ കഹാം രഹേഗി എന്നുള്ള കവിത, ഇപ്പം താനാ ബാന എന്നുള്ളൊരു കവിതയും കൂടെ ഞാൻ നിങ്ങൾക്കായി ആശയവിനിമയം നടത്തുന്നു. താനാ ബാന. എന്താണ് ഈ താനാ ബാന? ഊടും പാവും. ഊടും പാവും എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ ഊടും പാവും? നമ്മുടെ ഷർട്ടിനൊക്കെ ഇങ്ങനെയുള്ളൊരു ഊടെന്ന് പറയും, ഇങ്ങനെയുള്ള തറിപ്പാവും എന്ന് പറയും. മനസ്സിലായോ? തലങ്ങനെയും വിലങ്ങനെയും അത്രേ ഉള്ളൂ. അതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കവിതയാണ്. അപ്പോൾ കവിതയാകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ആസ്വാദ്യപ്പൊടി മാത്രമേ വരികയുള്ളൂ. വേറെ ഒന്നും വരാൻ സാധ്യതയില്ല. ഇതിനകത്ത് വാർത്താലാപന് സാധ്യതയില്ല, ഡയറിക്ക് സാധ്യതയില്ല, റെപ്പട്ടിന് സാധ്യതയില്ല, പിന്നെ പത്രം എഴുതാൻ സാധ്യതയില്ല. അതൊക്കെ കഥയിലും ഓർമ്മക്കുറിപ്പിലും ഒക്കെ. അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട മെയിൻ ഗദ്യഭാഗം എന്ന് പറയുന്നത് ബൂഠാ കുത്തയും കാശ്മീരി സേബുമാണ്.
വളരെ നല്ല പാഠമാണ് ബൂഢാകുത്ത. ഇന്നത്തെ വയോജനങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രയാസങ്ങളാണ്, അവശതകളാണ് ആ പാഠത്തിലൂടെ ഒരു നായയുടെ മാധ്യമത്തിലൂടെ രാമവൃക്ഷവേണിക്കുരി പറയുന്നത്. അപ്പോൾ അത് പഠിക്കണം. കാശ്മീരി സേബും പഠിക്കണം. ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടായിരിക്കണം. അതിലൊക്കെ എൻ്റെ റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കണം. നോക്കാം, പേജ് നമ്പർ 52, 52 हिंदी എന്ന് പറയും ഭാവൻ. भारतीय संस्कृति का आधार वसुधैव कुटुंबकम है. इसमें वर्ग, वर्ण, धर्म, जाति और भेदभाव का कोई स्थान नहीं. मानवीय संवेदना, मानवीय मूल्य और मानवाधिकार का ही महत्व है. ഭാരതീയ സംസ്കാരത്തിന്റെ ആധാരം എന്ന് പറയുന്നത്, അടിസ്ഥാന ശില എന്ന് പറയുന്നത് വസുധൈവ കുടുംബകമാണ്. എന്താണ് ഈ വസുധൈവ കുടുംബകം? വസുധൈവ കുടുംബകം എന്നുള്ള സങ്കല്പം എന്താണ്? നിങ്ങൾക്ക് മലയാളത്തിലും പറയുന്ന വാക്കാണ്. എല്ലാവരും തുല്യരാണ്, അല്ലേ? ഭാരത് മേ ധർമ്മ കാ ഭേദ് നഹീ ഹൈ. എല്ലാവരും വസുധൈവ, ഒരേ കുടുംബം പോലെ, ഒറ്റ കുടുംബം പോലെയാണ് നമ്മളിവിടെ കഴിയുന്നത്, അല്ലെ? ജാതി, വിഭിന്നമായ ജാതി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. അപ്പൊ ഇതെല്ലാം ഈ വസുധൈവ കുടുംബകത്തിൽ, വസുധാഹി കുടുംബ, ഭൂമി തന്നെയാണ് കുടുംബം. അപ്പൊ ഇതെല്ലാം അതിനകത്ത് വരും. देखिए, भारतीय संस्कृति का आधार वसुधैव कुटुंबकम है. इसमें वर्ग, वर्ण, धर्म, जाति. वर्ग എന്ന് പറഞ്ഞാൽ വർഗങ്ങൾ, ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. വർണ്ണം എന്ന് പറയുന്നത് ഇതിനകത്ത് സബ് ഡിവിഷൻസ് ഉണ്ട്. ബ്രാഹ്മണരിലും ക്ഷത്രിയരിലും വൈശ്യരിലും പല പല വിഭാഗങ്ങൾ. ധർമ്മം, മതം, ഹിന്ദു, ഈസായി, ക്രിസ്ത്യൻ, മുസൽമാൻ, മുസ്ലിം, ഇവരൊക്കെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഭാരതത്തിൽ നിരവധി, ജൈനമതം, സിഖ് മതം, ബൗദ്ധമതം, നിരവധി മതങ്ങളുണ്ട്. और जाति, पुरुष जाति, स्त्री जाति. तो और भेदभाव का कोई स्थान नहीं है. ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസവും ഇല്ല. എന്താണ്? പ്രാചീന കാലം മുതൽ തന്നെ, വേദ ആദികാലം മുതൽ തന്നെ പറഞ്ഞു വരുന്നത് മാനവീയ സംവേദന, മനുഷ്യന്റെ സംവേദനകൾ, അനുഭവങ്ങൾ, മാനവീയ മൂല്യം, മനുഷ്യന്റെ മൂല്യങ്ങൾ, और മാനവാധികാർ, മനുഷ്യന്റെ അധികാരങ്ങൾ, ഇൻ സബി കോ ഹി മഹത്വ. ഇതിനെല്ലാം മാത്രമേ മഹത്വങ്ങൾ ഉള്ളൂ. അല്ലാതെ ജാതി, മത, വർണ്ണ, ലിംഗ ഭേദം ഒന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. മനസ്സിൽ വെച്ചോണം. ഈ കൺസെപ്റ്റിൽ വേണം ഈ കവിത പഠിക്കാൻ. കവി ഹൈ ഉദയപ്രകാശ്. ഏറ്റവും ഫേമസ് ആയ ആധുനിക് കവിയാണ് ഉദയപ്രകാശ്. ഇപ്പൊ ജ്ഞാനപീഠം അദ്ദേഹത്തിന് ലഭിച്ചു. ജ്ഞാനപീഠം കരസ്ഥമാക്കിയിട്ടുള്ള ഏറ്റവും സമകാലീനായിട്ടുള്ള കവിയാണ് ഉദയപ്രകാശ്. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ഇതിനകത്ത് കൊടുത്തിട്ടില്ല, വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ പത്രത്തിൽ നിങ്ങൾക്ക് എഴുത്തിൽ ചോദിച്ചാൽ പ്രൊഫൈൽ തന്നാൽ അത് എഴുതാം. പ്രൊഫൈൽ തന്നിട്ടില്ല, വിട്ടുപോയിട്ടുണ്ട്, ഞാൻ നോക്കുകയായിരുന്നു. तो സമകാലീൻ കവിത പഠിക്കാൻ ആശയ ഗ്രഹണം കരണം. ഈ കവിത പഠിക്കുന്നതിന്റെ പിന്നിൽ ഉദ്ദേശം ഇന്നത്തെ സമകാലീനമായ കവിതകൾ പഠിച്ച ആശയം മനസ്സിലാക്കുക. സമകാലീന സാമാജിക് സച്ചായി से कविता के आशय जोड़ने की क्षमता प्राप्त करना. സമകാലീനമായിട്ടുള്ള സാമൂഹ്യ സത്യത്തിൽ അടങ്ങുന്ന കവിതയുടെ ആശയം കവിതയുമായിട്ട് അല്ലെങ്കിൽ സമകാലികവുമായിട്ട് ചേർത്ത് വയ്ക്കാനുള്ള ക്ഷമത നേടുക. കവിത ആസ്വാദന ടിപ്പണി തയ്യാറാക്കുക, കവിതയുടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. ഇതെല്ലാമാണ് ഈ കവിത പഠിക്കുന്നതിന് പിന്നിലെ ഉദ്ദേശം. നോക്കാം താനാ ബാന എന്താ. ആദ്യ കവിതയൊന്ന് ഞാൻ വായിക്കാം. ഹം ഹൈ താന, ഹം ഹൈ ബാന, ഹമീം ചദരിയ, ഹമീം ജുലാഹ, ഹമീം ഗജി, ഹമീം ഥാന, नाद हमीम, अनुवाद हमीम, निशब्द हमीम, गंभीरा, अंधकार हम, चांद सूरज हम कान्हा, हम मीरा, हमीम अकेले, हमीम दुकेले, हम चुग्गा, हम दाना, मंदिर मस्जिद हम, गुरुद्वारा, हम मठ, हम बैरागी, हमीम पुजारी, हमीम देवता, हम कीर्तन, हम रागी, आखत रोली, आलक बहूदी, रूप थरे हम नाना, मूल फूल हम, ऋतु बादल हम माटी, हम पानी, हमी यहूदी, शेख बरहमान, हरिजन हम खिस्तानी, पीर
अधोरी सिद्ध औलिया हम ही पेट हम खाना, नाम पता ना ठौर ठिकाना, जात धर्म ना कोई, मुलक खलक राजा परजा, हम बोलन हम कोई, हम ही दुल्हा हम ही बाराती, हम फूका हम छाന. ഇത്രയുള്ള കവിത. എല്ലാം നമ്മളാണ്. എല്ലാം നമ്മളാണ്. ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്നത് എല്ലാം നമ്മളാണെന്ന് വിചാരിച്ച പ്രശ്നം തീരും. ഭാരത് മേ ധർമ്മഭേദ് നഹി ഹൈ. ഇതാണ് ഈ തത്വം. മനസ്സിലായോ? എന്താണ് ഈ കവിതയുടെ പിന്നിലെ ആശയം എന്ന് പറഞ്ഞാൽ, ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ഇതിനകത്ത് എല്ലാത്തിനും അർത്ഥം കൊടുത്തിട്ടില്ല. ഹം ഹൈ താന ഹം ഹൈ ബാന, നമ്മൾ തന്നെയാണ് ഊടും, നമ്മൾ തന്നെയാണ് പാവും. നെയ്ത്ത് മേഖലയിൽ, തറി മേഖലയിൽ പറയുന്ന വാക്കാണ് ഊടും പാവും. അല്ലെ? നേരിൽ നിൽക്കുന്നതും വരിയായി നിൽക്കുന്നതും നമ്മൾ, ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ടുള്ള ലൈൻസും നമ്മൾ തന്നെയാണ്. ഇനിയോ ഹമീ ചദരിയ ഹമീ ജുലാഹ ഹമീ ഗജി ഹം ധാന. ഓരോന്നിന്റെ അർത്ഥം എടുക്കാം. ഹമേ എന്ന് പറയുന്നില്ല, നമ്മൾ. ഹമേ എന്ന് പറയും, ഹമീം എന്ന് പറയും, ഹം എന്ന് പറയും. ഇന്നത്തെല്ലാം കവിതയുടെ ആശയത്തിനനുസരിച്ച്, വരികൾക്കനുസരിച്ച് കവി മാറ്റി എഴുതിയിട്ടുണ്ട്. ഹമീം ചദരിയ എന്ന് പറഞ്ഞാൽ പുതപ്പ്. നമ്മൾ തന്നെയാണ് പുതപ്പ്. നമ്മൾ തന്നെയാണ് ജുലാഹ എന്ന് പറഞ്ഞാൽ ഈ തയ്ക്കുന്നയാള്, വീവർ, ഊടും പാവും നെയ്യുന്നവർ, ജുലാഹ ദമ്പതി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കബീർദാസിന്റെ പേരൻസ് ജുലാഹ ദമ്പതികൾ, നെയ്ത്ത് തൊഴിലാളികളായിരുന്നു. അപ്പൊ നെയ്ത്ത് തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെയാണ് ജുലാഹ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഹമി ജുലാഹ ഹം ഹി ഇസ് ചദരിയാക്കോ ബുനാത്തെ, ഈ പുതപ്പ് നെയ്തവരും നമ്മൾ തന്നെയാണ്. ഒരു ഷർട്ട് നെയ്യുമ്പോ ഇങ്ങനെ മാത്രം നെയ്ത് കഴിഞ്ഞാൽ ഷർട്ടാവുമോ? ഇല്ല, അകത്തെ എല്ലാം കാണാൻ പറ്റും അല്ലെ? തിരിച്ചും മറിച്ചും ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വസ്ത്രങ്ങൾക്കെല്ലാം ഒരു കരയുണ്ടാവുന്നത്. ദിവസം താന ബാന കവിത്തെ, ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ലൈനും കൂടെ ചേരുമ്പോഴാണ് അതിനൊരു എന്തുണ്ടാവുന്നത്? ഒരു മറയുണ്ടാവുന്നത്. അല്ലെങ്കിൽ ഒരു വസ്ത്രമായിട്ട് ഈ നൂലുകൾ നെയ്ത് കൂടുന്നത് തലങ്ങനെയും വിലങ്ങനെയും, ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ലൈനും കൂടെ അടുത്തടുത്ത് ചേരുമ്പോഴാണ് അതൊരു ഷീറ്റായി മാറുന്നത്, പ്ലെയിൻ ഷീറ്റ്, ഒരു ക്ലോത്ത് ആയി മാറുന്നത്. ഹമീ ജുലാഹ ഹമീ ഗജി ഹം ധാന. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഹമീ ഗജി, തയ്യൽക്കാരൻ നമ്മൾ തന്നെയാണ്. ഹം ധാന, നമ്മൾ തന്നെയാണ് ഈ സ്റ്റേഷൻ, ധാന പോലീസ് ധാന. മനസ്സിലായ? ഈ നെയ്യുന്ന സ്ഥലവും നമ്മൾ തന്നെയാണ്. ഒരു പുതപ്പായി മാറുകയും തയ്ക്കുന്നവനും നൂൽക്കുന്നവനും എല്ലാം നമ്മളാണെന്ന് വിചാരിച്ച പ്രശ്നം തീരും. നമ്മൾ മറ്റുള്ളവരെ പറയേണ്ട കാര്യമില്ല. ഇനി അടുത്ത ലൈൻ നോക്കാം. നാദ് ഹമീം അനുവാദ് ഹമീം നിശബ്ദ് ഹമീം ഗംഭീര. അപ്പൊ നൂൽക്കുന്നതുമായിട്ടുള്ള ബന്ധം മാറി. അടുത്ത നാദ് ഹമീം, നാദ് ശബ്ദം, നമ്മൾ തന്നെയാണ് ശബ്ദം. അനുവാദ് ഹമീം, നമ്മൾ തന്നെയാണ് തർജ്ജമ ചെയ്യുക, ആ ശബ്ദത്തിനെ മറിച്ച് പറയുന്നത് നമ്മൾ തന്നെ. ഹമീം എന്നാണ് അവിടെ പറയുന്നത്. ഹം. നിശബ്ദ ഹമീം, മിണ്ടാതിരിക്കുന്ന മൗനരായിട്ടിരിക്കുന്നതും നമ്മൾ തന്നെയാണ്. ഗംഭീര എന്ന് പറയുന്നത് ഗംഭീർ, സീരിയസ്, വളരെ സീരിയസ് ആയിട്ടിരിക്കുന്നവരും ശബ്ദകോലാഹലം ഉണ്ടാക്കുന്നവരും നമ്മൾ തന്നെയാണ്. ഇനിയോ ഇനി വേറെ കോണ്ടസ്റ്റ് പറയുന്നു താനാബാന എന്താണെന്ന്. ആദ്യത്തെ കോണ്ടസ്റ്റ് ക്ലോത്തിന്റെ കോണ്ടസ്റ്റ്, രണ്ടാമത്തെ കോണ്ടസ്റ്റ് സൗണ്ടിന്റെ കോണ്ടസ്റ്റ്, അടുത്ത കോണ്ടസ്റ്റ് അന്ധകാർ ഹം ചാന്ദ് സൂരജ് ഹം. ഇരുട്ടെന്ന് പറയുന്നത് നമ്മളാണ്. ചാന്ദ് സൂരജ് പ്രകാശ് കാ പ്രതീക് ഹെ. സൂര്യനും ചന്ദ്രനും ഇരുട്ടിനെ മാറ്റുന്ന പ്രതീകങ്ങളാണ്. ആ പ്രതീകവും നമ്മൾ തന്നെയാണെന്ന് വിചാരിക്കുക. ഹം കാൻഹ ഹം മീര. കാൻഹ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ, മീര എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ മീരാബായി എന്ന് പറയുന്ന ആളിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൃഷ്ണഭക്തയായ കവയിത്രി. പ്രാചീന ഹിന്ദി സാഹിത്യത്തിലെ ഏറ്റവും കൃഷ്ണഭക്തയായിട്ടുള്ള, കൃഷ്ണനോട് അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു ഭക്തമീരയായിട്ടാണ് അറിയപ്പെടുന്നത്. ഭക്തയാണ് അവൾ. രാജസുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് അതുവരെ കണ്ടിട്ടില്ലാത്ത കൃഷ്ണൻ എന്ന ഒരു രൂപവർണ്ണനയെ മാത്രം മനസ്സിൽ ആരാധിച്ച് ധ്യാനിച്ച്
ആ രൂപത്തിലോട്ട് ലയിച്ചു ചേർന്ന രാജകീയ സുഖങ്ങളെ ഉപേക്ഷിച്ച ഭക്തിയുടെ ഉദാത്തമായ അല്ലെങ്കിൽ ഭക്തന്റെ ഉദാത്തമായ പ്രതീകമാണ് മീര. അത് നമ്മളാന്ന് വിചാരിച്ചോളൂ. ആ മീരയും നമ്മളാണ്. ആ ഭക്തി ആരോട് കൊടുക്കണോ, ആ ഭക്തി അല്ലെങ്കിൽ പ്രാർത്ഥിക്കപ്പെടാൻ യോഗ്യനായിട്ടുള്ള കൃഷ്ണൻ കാൻഹ, അതും നമ്മളാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലായല്ലോ. താനാബാന എന്താണെന്ന് ഉടുമ്പാവും. അടുത്ത ഉടുമ്പാവും എന്താന്ന് നോക്കാം. ഹമീം അക്കേലെ, നമ്മൾ ഏകരാണ്. ഈ ലോകത്ത് നമ്മൾ ഏകരാണെന്ന് വിചാരിക്കുക. ഹമീം ദുഃഖേലെ, നമ്മൾ ഇരട്ടയാണെന്ന് വിചാരിക്കുക. നമുക്ക് ആൾക്കാരും ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഒറ്റയാണെന്ന് വിചാരിക്കുക. ഹം ചുഗ, നമ്മളാണ് ധാന്യം, നമ്മളാണ് ഭക്ഷണം, ഭക്ഷിക്കാൻ യോഗ്യമായതെന്ന് വിചാരിക്കുക. ഹം ദാന, രണ്ടും ദാനായും ചുഗായും ഒന്ന് തന്നെ. ധാന്യം, ഗ്രെയിൻസ്, ഫുഡ് ഗ്രെയിൻസ്, ഭക്ഷിക്കാൻ യോഗ്യമുള്ളവർ തന്നെയാണ് നമ്മളെന്നും ഭക്ഷിക്കാൻ യോഗ്യമുള്ള തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മളെന്നും രണ്ടും കൽപ്പിക്കുക. ദുനിയാമേയും ഹം മേം സബ് കുച്ച് ഹെ, നമ്മളിൽ എല്ലാത്തരം ക്വാളിറ്റിയും ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വിചാരിക്കണ്ട. മനസ്സിലായോ? तो उदय प्रकाश कहते हैं कि इस दुनिया में हम दाना है और हम बाना है. जिस प्रकार चदरिया है हम, जिस प्रकार जुलाहा है हम, उसी प्रकार हम गेजी भी, थाना भी हम ही हैं. हम ही नाद है, हम ही आवाज है. तो इस नाद को अनुवाद करने वाला व्यक्ति भी हम ही है. और जो निशब्द है उस निशब्द का प्रतीक भी हम है, और गंभीर होने का प्रतीक भी हम है. अंधकार भी हम है, हमारे कारण ही अंधकार होता है. और सूरज चांद जैसे प्रकाश, जिस प्रकार सूरज चांद प्रकाश फैलाता है, उसी प्रकार दुनिया में प्रकाश फैलाने वाला व्यक्ति ही हम है, या हमारे कारण ही दुनिया में प्रकाश फैलता है. हम ही कृष्ण है, हम ही मीरा है. हम ही भक्त करने के लिए योग्य है, या भक्त के दुखों को दूर करने के लिए योग्य कृष्ण भी हम है. हम अकेले हैं, अकेले में ही हम इस दुनिया में आए हैं और अकेले से ही हम जाएंगे. ऐसा मत समझो हम दुकेले भी हैं. നമുക്ക് നിരവധി ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോളൂ. हम चुग्गा, हम दाना, खाना बाना सब कुछ हम ही हैं. दूसरों का कोई नाम नहीं बताना. മനസ്സിലായല്ലോ? ഹിന്ദിയാണ് ഇത്രയും പറഞ്ഞത്. ശ്രദ്ധിച്ച് കേൾക്കുക. 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടായിട്ട് എഴുതാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചോ. മന്ദിർ, മസ്ജിദ്, ഹം ഗുരുദ്വാര. അടുത്തത്, ഈ ഭാരതത്തില് ക്ഷേത്രങ്ങളെന്നും പള്ളികളെന്നും പറഞ്ഞ് നിരവധി ആൾക്കാർ മുറവിളി കൂട്ടുകയാണ്. ഇത് അവന്റെ ക്ഷേത്രം, അവന്റെ പള്ളി, നമ്മുടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിരവധി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന കവി പറയുന്നു. മന്ദിർ ബി ഹം ഹൈ, മസ്ജിദ് ബി ഹം ഹൈ, ഗുരുദ്വാര ബി ഹം ഹൈ. ഈ ശരീർ മേ സബ് കുച്ച് ഹൈ, ഈ ശരീരത്തിലെല്ലാം ഉണ്ടെന്ന് വിചാരിക്കുക. ഗുരുദ്വാര കിസ്കാ ഹൈ? സിഖ് കാ, सिख लोगों का प्रार्थना मंदिर. गुरुद्वारा भी हम हैं. हम मठ हैं, हम बैरागी. मठ, इस भारत में विभिन्न जगहों पर विभिन्न तरीके से मठ बनाया है. श्रृंगेरी मठ है, कांची मठ है, पुरी मठ है, और बद्रीनाथ में मठ है, हरिद्वार में मठ है, ऋषिकेश में मठ है, और विभिन्न स्थलों में विभिन्न नामों पर, सन्यासियों पर हम बैरागी हैं. वही बैरागी हम हैं. जिन जिन लोगों ने मठ बनाया है, शंकराचार्य जैसे, रामकृष्ण परमहंस जैसे लोग, विवेकानंद जैसे लोग जितने मठ बनाए हैं यहाँ, उसी प्रकार मठ बनाने वाले बैरागी या सन्यासी लोग हैं हम. भारत निरवधि മഠങ്ങളുണ്ട്. ഈ മഠങ്ങളൊക്കെ നിർമ്മിച്ച നിരവധി മഹത്തായ സന്യാസിമാരുണ്ട്. ആ സന്യാസിമാരെല്ലാം നമ്മൾ തന്നെ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രശ്നം തീർന്നു. മറ്റുള്ളവർ എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നതിനെക്കാട്ടിലും 4 എണ്ണം നമ്മളെ ചൂണ്ടിക്കാട്ടുകയാണ് അല്ലെ. ഇങ്ങനെ ചൂണ്ടിക്കാട്ടുമ്പോൾ 3, 4 നമ്മൾ നമ്മൾ നീയാണ് കാരണം എന്ന് പറയുമ്പോൾ അല്ല, ഞാൻ 4 എണ്ണം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നീ തന്നെ. ഒന്നിനേക്കാൾ വില 3-നാണ് അല്ലെ. അങ്ങനെ കൂടെ ചിന്തിക്കുക. तो ताना बाना वही है. അതാണ് ഉടുമ്പാവ്. ഹമീ പൂജാരി ഹെ, ആ മഠത്തിലെ പൂജാരി ഞാൻ തന്നെയാണ്, നമ്മൾ തന്നെയാണ്. ഹമീ ദേവത ഹെ, ആ പൂജാരിയായി ഞാൻ പൂജിക്കുന്നത് എന്നെ തന്നെയാണ്, ദേവതയും നമ്മൾ തന്നെയാണ്. ഹം കീർത്തൻ, ഹം രാഗി ഹെ. കീർത്തൻ, കീർത്തൻ മാനെ
ഗാനങ്ങൾ ആലപിക്കുന്നയാൾ, ഭജനകൾ ആലപിക്കുന്നവർ, ആ ഭജനകൾ ആലപിക്കുന്നവരും നമ്മൾ തന്നെയാണ്, നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ആലപിക്കുകയാണ്. कीर्तन आलापन करने वाले लोग भी हम हैं और रागी भी हम हैं. रागी राग गाने वाला. विभिन्न प्रकार के रागों में कीर्तन आलापन करने वाले लोग भी हम हैं. समझिए, ऐसा समझो. विभिन्न രാഗങ്ങളിൽ ഭാവങ്ങളിൽ ഭഗവാനെ ഭജിക്കുന്ന ആലപിക്കുന്ന ഭക്തരും നമ്മൾ തന്നെയാണ്. വഹി താന ബാന ഹെ, ആ ഊണുപാവും നമ്മൾ തന്നെയാണ്. ആഖത്ത് രോലി, ആഖത്ത് ഈ നൈവേദ്യത്തിന് ഉപയോഗിക്കുന്ന പൊടിയാത്ത അരിയാണ് ആഖത്ത് എന്ന് പറയുന്നത്, അൺബ്രോക്കൺ. ആഖത്ത് രോലി. ആലക്ക് ഭഭൂതി, ഭഭൂതി എന്ന് പറഞ്ഞാൽ ഭസ്മം. तो भगवान के लिए हम जिस प्रकार पवित्र भोजन बनाते हैं या भगवान के प्रसाद के रूप में जिस प्रकार पवित्र भस्म को हम लेपन करते हैं, रूप धरे हम नाना, इसी प्रकार के रूप को हम धारण करते हैं. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാന് വേണ്ടി വിശിഷ്ടമായ നൈവേദ്യം നമ്മൾ ഉണ്ടാക്കും അല്ലെ, വിഭിന്നമായ വിശിഷ്ടമായ ഭസ്മം നമ്മൾ ഉണ്ടാക്കുന്നു, തയ്യാറാക്കുന്നു പ്രസാദ രൂപേണ. വിഭിന്നങ്ങളായ രൂപങ്ങൾ നമ്മൾ ധരിക്കുന്നു അല്ലെ. തിരുപ്പതി ലഡു, അമ്പലപ്പുഴയിലെ പാൽപായസം, കൊട്ടാരക്കരയിലെ ഉണ്ണിയപ്പം വിശിഷ്ടമായ നൈവേദ്യങ്ങളാണ്. ഇതെല്ലാം നമ്മളാന്ന് വിചാരിച്ചുള്ളൂ. ആലക്ക് ഭഭൂതി, ഭഭൂതി ഭസ്മം. ഇന്ന് ഏതെല്ലാം ഭസ്മങ്ങളാണ് മാർക്കറ്റിലുള്ളത്. പക്ഷെ ഏറ്റവും നല്ല ഭസ്മം എന്ന് പറയുന്നത് നമ്മൾ പശുവിന്റെ ചാണകത്തിൽ നിന്ന് നേരിട്ട് നീറ്റിയെടുക്കുന്ന കുറി തന്നെയാണ് യഥാർത്ഥ ഭസ്മം. ആ ചാണകത്തിൽ നിന്ന് ഉണ്ടയായിട്ട് അല്ലെങ്കിൽ വരടിയായിട്ട് ഉണ്ടാക്കി ഉമിയിൽ നീറ്റിയെടുത്ത് അത് നെറ്റിയിൽ ധരിക്കുന്നത് പോലെ പവിത്രമായ ഭസ്മം വേറെ ഒന്നുമില്ല. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് വെറും എല്ലുപൊടി അടങ്ങിയ ഭസ്മമാണ്. മണമൊക്കെ കാണും. എന്തിനെ നമ്മളത് ധരിച്ചിട്ട് അതിനെ കുറ്റം പറയുന്നു? നിങ്ങൾ ചെയ്യൂ, നീയാണ് വിഭൂതി അല്ലെ. എത്ര നമ്മൾ മലിനമായി കാണുന്ന ആ പശുവിന്റെ ചാണകത്തിൽ നിന്ന് പോലും കിട്ടുന്ന പവിത്രമായ ഭസ്മത്തിന് ആ പുണ്യം ഉണ്ടോ? നമ്മുടെ ശരീരത്തിലെ എല്ലാ പെയിനും, നെറ്റിയിൽ തലവേദനയും മൈഗ്രെയിനും എല്ലാം പമ്പമാണ് യഥാർത്ഥ ഭസ്മം ധരിക്കുകയാണ്. ശ്രമിച്ചു നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒന്നും ഉപയോഗിക്കും. ചന്ദനം ആസിഡാണ് ഇന്ന് കഴിക്കുന്നത്. ഈ ചന്ദനമൊക്കെ വെറും ആസിഡാണ്. നെറ്റി കൊള്ളുന്നു, കറക്കുന്നു, അതൊന്നും അല്ല. ആ ചന്ദനം, ചെറിയൊരു ചന്ദനം കുട്ടി അരച്ച് ചാണകക്കല്ല് അരച്ചെടുത്തിട്ട് നിങ്ങൾ ധരിച്ചു നോക്കും. കിട്ടിയേന അതിൻ്റെ ഗുണം ഉണ്ടാവും. തണുപ്പ് കിട്ടും. നെറ്റിയിൽ തണുപ്പ്, നെറ്റിയിൽ കറക്റ്റ് പോയിന്റിൽ ഇടുകയാണെങ്കിൽ ആ ശരീരവാസം കഴിക്കും. രണ്ടുമായിട്ട് ബന്ധപ്പെട്ടല്ല പറയുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. അപ്പൊ എന്താ, ചുമ്മാ കുറി കാണിച്ച് അടയാഭരണങ്ങൾ കാണിക്കാനോ അല്ലെങ്കിൽ ഭക്തനാണെന്ന് കാണിക്കാൻ വേണ്ടിയല്ല ഈ ഭസ്മവും കുറിയും ഒക്കെ ഇടുന്നത്. അതിന് അതിൻ്റെതായ പവിത്രതയുണ്ട്. ഇതെല്ലാം നിങ്ങളാണെന്ന് വിചാരിക്കൂ. ഇസ്കാ താനാ ബാനാ ഭീ തും ഹൈ, രൂപ ധരെ ഹംനെ വിവിധ പ്രകാർ കെ രൂപ ധാരൻ കർത്തെ. ഇപ്രകാരം മനുഷ്യൻ എന്തെല്ലാം രൂപം ധരിക്കുന്നു. ഇനി അടുത്ത കോണ്ടെക്സ്റ്റ്, മൂല് ഫൂല് ഹം. ഈ പ്രകൃതിയിൽ കാണുന്ന പൂക്കളെല്ലാം നമ്മളാണെന്ന് വിചാരിക്കുക. മൂലങ്ങളായ പൂക്കൾ നമ്മളാണ്. ഹം ഋതുബാദൽ ഹം. ഋതുബാദൽ, ഋതു, സീസൺസ്. 6 ഋതുക്കളുണ്ട് അല്ലേ? വസന്തം, ശിശിരം, ഹേമന്തം, ഗ്രീഷ്മം, ശരത്, വർഷാ ഋതു, മഴക്കാലം. വസന്ത് റാണി ഹൈ അല്ലേ? वसंत ऋतु तो ऋतुओं की रानी का है, तो वर्षा ऋतु राजा है, ऋतुराज, सॉरी ऋतुराज वसंत है, ഋതുറാണി വർഷ. ഋതുക്കളുടെ രാജാവ് എന്ന് പറയുന്നത് വസന്ത ഋതു, പൂക്കൾ നിറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ വിചാരിച്ചോളൂ. ഋതുക്കളുടെ റാണി എന്ന് പറയപ്പെടുന്ന മഴക്കാലം നീയാന്ന് വിചാരിച്ചോളൂ. വർഷം തീർന്നേ. ഋതുബാദൽ ഹം. ഹം മാട്ടി ഹം പാനി. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന മാട്ടി എന്ന് പറഞ്ഞാൽ മിട്ടി, മണ്ണും. പാനി ബി ഹം ഹെ, മഴ വെള്ളവും നമ്മളാന്ന് വിചാരിച്ചോളൂ. ഹമീം യഹൂദി ഷേഖ് ബർഹമൻ. നമ്മൾ തന്നെയാണ് യഹൂദിയമാരും ഷേഖ് വിഭാഗക്കാരും ബർഹമൻ വിഭാഗ റഹ്മൻ മുസൽമാന്മാരും. ഹരിജൻ ഹം ഖിസ്താനി. ഹരിജനങ്ങളും നമ്മളാണ്, ക്രിസ്ത്യാനികളും നമ്മളാണ് എന്ന് വിചാരിച്ചോളൂ. വിഭിന്നങ്ങളായ ജാതികളെല്ലാം നമ്മളാണ് വിചാരിച്ചു.
पीर अथेरी, पीर अथेरी, पीर सन्यासी. अघोरी, अघोरी, अथेरी अല്ല, സോറി ഞാൻ വായിച്ച തെറ്റിയതാ. അഘോരി, പീർ അഘോരി, ബിഷപ്പുമാര്, വൈദികര്, അങ്ങനത്തെ ആൾക്കാരെ എല്ലാം നിങ്ങൾ വിചാരിച്ചുകൊള്ളുക. സിദ്ധ ഔലിയ, സിദ്ധ വൈദ്യന്മാര് എന്ന് നിങ്ങൾ അറിഞ്ഞ. ഹമീം പേട്ട് ഹം ഖാന, ഹമീം പേട്ട് ഹം ഖാന എന്ന് പറഞ്ഞാൽ ഹമീം പേട്ട് ഹം ഖാന, ഹം പേട്ട് ഹൈ, നമ്മൾ തന്നെയാണ് വയറ്, നമ്മൾ തന്നെയാണ് ഖാന, നമ്മൾ തന്നെയാണ് ഭക്ഷണം എന്ന് വിചാരിക്കുക. പ്രശ്നം തീർന്നു. നാം പത നാ ഠൗർ ഠിക്കാന, നാം പത പേരും അഡ്രസ്സും എല്ലാം നമ്മൾ തന്നെ. നാ ഠൗർ ഠിക്കാന സ്ഥലം, നമ്മളൊന്നും സ്ഥലമേ അല്ല. നാ ഠൗർ ഠിക്കാന വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുക. ജാത് ധർമ്മന പോയി, ജാതിയില്ല, മതമില്ല, വേറെ ഒരു ജാതിയില്ല, മതമില്ല, എല്ലാവരും ഒന്നാണെന്ന് വിചാരിക്കുക. ഈ പറഞ്ഞ സിഖും യഹൂദിയായും ഹരിജനും ക്രിസ്ത്യാനിയും പീരും എല്ലാത്തരം ആൾക്കാരും നമ്മളാണെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട്. മനസ്സിലായോ? വഹിതാനാബാന, അതാണ് ഉടുപ്പം. മുലക്ക് ഖലക്ക് രാജ പർജ ഹം ഹം ബോലൻ. മുലക്ക് ഖലക്ക്, ഈ മുലക്ക് ഖലക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായ വാക്കുകൾ എനിക്കറിയില്ല. ഈ രാജാ പർജ, അത് രാജാക്കളും പ്രജകളും. മുലക്ക് ഖലക്ക് എന്ന് പറഞ്ഞാൽ ഈ മുൽക്ക് ഖലക്ക് പ്രവിശ്യകൾ, ആ പ്രവിശ്യകളും നമ്മളാണ്. രാജാ പ്രജ നമ്മളാണ്. ഹം ഹം ബോലൻ, നമ്മൾ തന്നെയാണ് സംസാരിക്കുന്നത്. ഹം കോയി, ഹം ഹി ദുൽഹ, നമ്മൾ തന്നെയാണ് വരൻ. ദുൽഹ വരൻ, ബ്രൈഡ് ഗ്രൂം. ഹമി ബാരാത്തി, ബാരാത്തി എന്ന് പറഞ്ഞാൽ ഘോഷയാത്ര, കല്യാണത്തിന്റെ ഘോഷയാത്രയും നമ്മൾ തന്നെയാണ്. ഹം ഫൂക്ക ഹം ഛാന, അഭയം നൽകുന്നവരും നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ് എല്ലാം കളയുന്നതും അഭയം നൽകുന്നതും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ വസുദൈവ കുടുംബകമായി നമുക്ക് കൽപ്പിക്കാൻ കഴിയും. വളരെ നിസ്സാരമായിട്ട് മനസ്സിലായല്ലോ. तो कवि कहते हैं कि भारत में धर्म का भेदभाव नहीं है, भारत में सभी लोग एक हैं, भारत में विविधता में एकता है, एकता से जीवन बिताने वाले हैं यहाँ के लोग, यहाँ ताना बाना सब कुछ हम हैं, हम ही फूल और मूल है, रात बादल सब कुछ हम हैं, हम मिट्टी हैं और हम पानी हैं, हम शेख यहूदी रहमान हरिजन क्रिस्तानी सभी हम हैं, पीर अधोरी सिद्ध औलिया हमी पेट खाना सब कुछ हम लोग ही हैं. तो नाम पता नेम एंड एड्रेस हम हैं. कोई जात कोई धर्म यहाँ पर नहीं है, यहाँ पर भेदभाव नहीं है. कोई मुल्क हो या राजा या प्रजा हो, हम बोलते हैं हम कोई भी, हम ही दुल्हा हैं, हम ही बाराती हैं और हम ही छाना है. इस प्रकार समझेंगे तो इस दुनिया में भारत सब एक है. एकता में क्या है? विविधता में एकता है. एक लोग एकजुट होकर एक साथ भारत के लिए लड़ो, भारत के लिए ही जीवन बिताओ और भारत में एकता स्थापित करो. भारत में विविधता नहीं है, यही भावना इस कविता से हमें मिल जाते हैं. तो മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആസ്വാദനക്കുറിപ്പ് വരും പരീക്ഷയ്ക്ക്. നമുക്ക് ഇതിൻ്റെ നോട്ട്സ് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് 2-3 പ്രാവശ്യം കേൾക്കുക. എന്നിട്ട് ആ വരികൾ കവിതയിൽ കണ്ടുപിടിക്കുക. ടെക്സ്റ്റും വെച്ച് വായിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഉദയപ്രകാശ് എന്ന് പറയുന്ന കവി ഏറ്റവും ഫേമസ് ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ജ്ഞാനപീഠം കിട്ടിയ കവിയാണ് കഴിഞ്ഞ വർഷം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വായിച്ചാലൊന്നും മനസ്സിലാവുകയില്ല. ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ വേറെ ആശയവ്യത്യാസങ്ങളെല്ലാം ഒന്നാണെന്നുള്ള വസുദൈവ കുടുംബകം എന്നുള്ളൊരു സങ്കല്പമാണ്. ആ വസുദൈവ കുടുംബകം എന്നുള്ള സങ്കല്പം എന്താണെന്ന് നിങ്ങൾ തന്നെ 2-3 പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കുക. എല്ലാവരും തുല്യരാണ്. ഇവിടെ വ്യത്യാസമേ ഇല്ല. ജാതി മത ഭേദം വർണ്ണ വിചാര വർഗം ഒന്നും വ്യത്യാസമില്ല. നമ്മളെല്ലാവരും ഒരു കുടക്കീഴിൽ
കഴിയുന്നവരാണെന്നുള്ളൊരു സങ്കല്പമാണ് ഈ കവിതയിലൂടെ നമുക്ക് കവി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ വീണ്ടും അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സമയാസമയത്ത് കാണാൻ പറ്റും. ധന്യവാദം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.